നമ്മുടെ ബിഗ് മൗത്ത് എന്ന പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും. എൻ്റെ പേര് ഷാൻ. ഐ ആം അജ്മൽ. നിങ്ങൾക്ക് അജു എന്ന് വിളിക്കാം. ഓക്കെ, തള്ളക്ക് വിളി വിളിച്ച് എന്തും വിളിക്കാം. അത് കേട്ടോ നെഗറ്റീവ് കമന്റ്സ് ഇടാറേ ഉള്ളൂ, നോക്കാറില്ല, ഇടാറേ ഉള്ളൂ. ഒരെണ്ണം വന്ന് നോക്കട്ടെ. അപ്പോ നമ്മുടെ ബിഗ് മൗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാം നമ്മൾ ചർച്ച ചെയ്യും. വായിട്ടടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യും. ഇവിടെ വായിത്താളടി, അതാണ് മെയിൻ. നമ്മുടെ വലിയ വായുണ്ട് നമ്മള് സംസാരിക്കുന്നത്. അതില് തെറ്റുകുറ്റങ്ങൾ വരാം. നമ്മളത്ര ആലോചിച്ചായിരിക്കണം ചിലർ സംസാരിക്കുന്നത്. തെറ്റുകുറ്റങ്ങൾ വരാം, അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണം. അതാണ്, നമ്മൾ ആലോചിച്ച് സംസാരിക്കാനാണെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് സംസാരിക്കാം. നമ്മളെ വായിൽ വരുന്നത് നമ്മളങ്ങ് പറയും, സംസാരിക്കുന്നു. നമ്മളെ എല്ലാത്തിലും അങ്ങനെയല്ല. നമ്മളെങ്ങനെ നമ്മളിപ്പോ നോർമലായിട്ട് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് കുടുംബത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നു എന്നും പറഞ്ഞ ഒരുമാതിരി മറ്റേടത്തെ പരിപാടി കാണിക്കാൻ നിൽക്കല്ലേ. അപ്പൊ നമ്മുടെ നല്ല സംസാരം, കുറച്ച് അറിവുകള്, നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നു. നമ്മുടെ സിനിമയുടെ അറിവുകൾ, നമുക്ക് ചിലപ്പോൾ അറിവുകൾ കുറവായിരിക്കാം. അപ്പൊ നിങ്ങൾ കമന്റിൽ അതിന് നമുക്കും അറിവുകൾ തരണം. അതെ, ഒരുപാട് അറിവ് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് കുറെ അറിവുകൾ തരാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. എവിടെന്നെങ്കിലും കണ്ടാ കേട്ടാക്ക ഉള്ള അറിവേ കാണൂ, അല്ലാതെ വലിയതൊന്നും ഇല്ല ഇങ്ങനെ വന്നിരിക്കുന്നെങ്കിലും. ആരും വലിയവരുമല്ല ചെറിയവരുമല്ല. അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു. നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാം പോഡ്കാസ്റ്റിൽ ആദ്യമായിട്ടാണ്, അല്ല ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെ ഏകദേശം ആദ്യമായിട്ടാണ്. അപ്പൊ ഒരു ചമ്മലൊക്കെ ഉണ്ടാവും. അതെ അല്ലേ, ഫോട്ടോ എടുക്കാൻ നോക്കുന്നതല്ലാതെ വീഡിയോയിലൊന്നും ഇതുവരെ പോയിട്ട് പോകുമെന്ന് കാണിച്ചിട്ട്. അപ്പോ നമ്മള് ചർച്ച ചെയ്യുന്ന എന്തിനെ പറ്റിയാണ്? എല്ലാത്തിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യും. ഇന്ന് നമ്മുടെ സിനിമയെ പറ്റി. സിനിമ ടോപ്പ് സാധനമല്ലേ? നമുക്ക് എല്ലാത്തിനെ പറ്റി ചർച്ച ചെയ്യാം. പക്ഷെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സിനിമയെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോ നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ അടുത്ത് റീസെന്റ് ആയിട്ട് കണ്ട കുറെ പടങ്ങളുണ്ട്. ബാലൻ, അതേപോലെ കുറച്ച് പടങ്ങളുണ്ടായിരുന്നു. ഏതാണ്? മോളിവുഡ് ടൈംസ്. ഓക്കെ, മോളിവുഡ് ടൈംസിലൊക്കെ നല്ല ആക്ടേഴ്സാണ് അഭിനയിച്ചേക്കുന്നത്. നമ്മുടെ സ്റ്റാർഡം ഇല്ലാത്ത ഈ ബാലൻ കണ്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? ഞാനും കണ്ടില്ലായിരുന്നു. കണ്ടില്ല എന്നുള്ളതല്ല, പടം കണ്ടില്ല എന്നുള്ളതല്ല. ഞാൻ പറയുന്നതെന്ന് വെച്ചാല് സ്റ്റാർഡം ഇല്ലാത്ത സിനിമകൾ പോലും ഇപ്പം ഹിറ്റ് ആവുന്നുണ്ട്. എടുത്ത 3 പടം ഹിറ്റ്. അതല്ല, ഞാൻ ഡയറക്ടേഴ്സിനെ പറ്റിയല്ല പറഞ്ഞു. ഡയറക്ടേഴ്സിനെ ഓക്കെ ആണെങ്കിൽ ഓക്കെ, ശരി, നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ. അത് ജിത്തു മാധവനാണ്, അതും സ്റ്റാർഡം ഇല്ലാത്ത ആളല്ലല്ലോ. ശരി, ഞാൻ അതല്ല പറയുന്നത്. നമുക്കിപ്പോ പണ്ടാണെങ്കിൽ മോഹൻലാലുള്ള സിനിമകളെ വിജയിക്കും. അങ്ങനെ ഒരു ടോക്ക് മോഹൻലാൽ വിജയിച്ചില്ലല്ലോ. അങ്ങനെയല്ല, ഈ മെയിൻ കളിക്കാര് അല്ല, അതല്ല, ഈ മെയിൻ പ്ലേയേഴ്സ് ഇല്ലേ, മെയിൻ പ്ലേയേഴ്സ് അല്ല, നമ്മളെ ഈ മെയിൻ ആക്ടേഴ്സ്, മോഹൻലാല്, മമ്മൂട്ടി, ദിലീപ്, ഇവരെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കുന്നത് ആര് സിനിമയുടെ? മോഹൻലാലിന്റെ, മമ്മൂട്ടിയുടെ. നമ്മളപ്പോഴും നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വരെയും ഒരു സിനിമ ഇറങ്ങുന്നെന്ന് പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്ക് തന്നെ അത് മോഹൻലാലാണോ മമ്മൂട്ടിയാണോ ദിലീപാണോ എന്ന് വെച്ചാൽ അവരെ ഈ അടുത്ത കാലത്ത് മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ ഒരു സിനിമ ഇറങ്ങി. അല്ല, നമ്മൾ പറഞ്ഞു വരുന്ന അതാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? സ്റ്റാർഡമിലല്ല ഇപ്പൊ കാര്യം. അപ്പൊ ഈ വാഴ 2 പോലുള്ള സിനിമ ആയാൽ തന്നെയും സ്റ്റാർട്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ സ്റ്റാർഡത്തിനെക്കാട്ടിയും വലിയ ഫാൻ ബേസ് അവിടെ ആൾക്കാർക്കുണ്ട്. അതും റീൽസ് വഴിയാണ്, സോഷ്യൽ മീഡിയ, റീൽസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയ, റീൽസ് എന്നല്ല സോഷ്യൽ മീഡിയ. ഒരുപാട് സിനിമയിൽ ഇപ്പൊ ഈ വാഴ 2 എന്തുകൊണ്ട് ഹിറ്റ് ആയി എന്ന് ചോദിച്ചാൽ തന്നെ അതിന്റെ ഉത്തരം ഇപ്പൊ ഹാഷറും
ടീമുമാണ്. ഫാൻ ബേസ് ഇപ്പൊ ഓരോരോ റിയാലിറ്റി ഷോയിലായാൽ തന്നെ ഒരുപാട് ഇന്റർവ്യൂല് വന്നിരുന്ന് ഇങ്ങനെ ഓരോരുത്തർ പറയാണ് ഹാഷിറിനെ ഇങ്ങനെ പറയുമ്പോ അപ്പൊ അവൻ പണ്ട് പറയുന്നത് തിയേറ്ററിൽ പോയി കണ്ട് ഒരു ആക്ടറിനെ മനസ്സിലാക്കേണ്ട ടൈം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഫേമസ് ആവുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവർക്കും ഫോണിൽ എടുക്കുമ്പോഴത്തേക്ക് ഫോൺ വഴി ആക്ടേഴ്സ് വന്നത് എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാല് ആ സമയത്ത് ഒന്നുമില്ല, മാധ്യമങ്ങളൊന്നും വേറെ ഒന്നുമില്ല, പത്രം വരണം അല്ലെങ്കിൽ പരസ്യങ്ങൾ വരണം, അങ്ങനെ കണ്ടിട്ടാണ് അവരിങ്ങനെ തിയേറ്ററിൽ തന്നെ കുറവാണ് തിയേറ്ററുകൾ, അപ്പൊ അതിലൊക്കെ വന്നിട്ടാണ് അവർ വരുന്നത്. ഇപ്പൊ സംഭവം മറ്റേ ഓരോ റീൽസിന്റെ കമന്റുകൾ നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പൊ ഓരോരുത്തര് ഇൻസ്റ്റഗ്രാമിൽ തന്നെ സിനിമ എടുക്കുന്നു. ഇങ്ങനെ കഴിവുള്ള അല്ല, ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു പടം ഇറങ്ങി, ഒബ്സഷൻ. ഞാൻ കണ്ടു. ഒബ്സഷൻ പടം. അപ്പൊ അതൊരു പയ്യൻ എടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം അല്ല യൂട്യൂബിലൊക്കെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു പയ്യനാണ്. എന്താ ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റില്ല. അറിയത്തില്ല, പക്ഷെ ഞാൻ പടം കണ്ടു. അല്ല, അതിനുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവൻ ആ ഒരു സിനിമ എടുത്തേക്കുന്നത്. ആ സിനിമ ഇപ്പോ കോടികളുടെ കളക്ഷൻ. അപ്പോ ഇപ്പൊ അങ്ങനെ ഒരു എന്താണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ChatGPT, ഐഫോൺ മെയിൻ ആയിട്ട് ഐഫോൺ ഒരു ഭയങ്കര മാറ്റം. അത് ബ്ലോഗേഴ്സിന്റെ ഇടയിൽ എല്ലാത്തിന്റെ ഇടയിൽ ഫോൺ എന്ന് പറയുമ്പോഴേ ഐഫോണാണ്. ഓരോരുത്തർ ഐഫോണിനെ കുറ്റം പറയും. അത് ഇത് ആ, എല്ലാം പറയും. എന്നിട്ട് പോക്കറ്റിൽ ഐഫോൺ ഇട്ടുകൊണ്ടായിരിക്കും നടക്കുന്നത്. പോക്കറ്റ് ഐഫോൺ ഇട്ട് കുറ്റം പറയും. എന്നാലും ഐഫോൺ വന്നതോടുകൂടി ഐഫോൺ വന്നത് ഒരുപാട് എന്ന് വെച്ചാൽ ക്യാമറ മേടിക്കാൻ പൈസ ഇല്ലാത്ത ഒരു EMI സെറ്റപ്പില് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഈ ഐഫോൺ വെച്ച്. അല്ല, എന്താണ് നമുക്ക് ക്യാമറ ആണെങ്കിൽ പിന്നെ ലെൻസ് വാങ്ങണം, ലെൻസുകൾ വാങ്ങണം, അല്ലെങ്കിൽ പിന്നെ അത് കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട്, കെയർ ചെയ്യണം. ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നതിന് പെട്ടെന്ന് എടുക്കുക. ഹലോ ഗായ്സ്, അല്ല, ഫഹദ് ഫാസിലിന്റെ ഒരു സിനിമ ഐഫോണിൽ ജോജോയാ, അല്ലല്ല, വേറെ ഏതോ സിനിമയാണ്. മറ്റേ പോലെ സൈക്കോ ആയിട്ടൊക്കെ അഭിനയിക്കുന്ന. ഓക്കെ, നമുക്ക് ഒരു കട്ട് എടുക്കാം. നമ്മുടെ ട്രൈപോഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് ട്രൈപോഡിൽ വെച്ചിട്ട് ഇനി അടുത്ത ട്രൈപോഡിലാണ് അടുത്ത പരിപാടികൾ. നമ്മുടെ സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ എടുക്കുന്ന സ്റ്റാൻഡിലാണ് അതെ, ട്രൈപോഡ്. ട്രൈപോഡ്. ഇനി കളികൾ വേറെ ലെവൽ. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാല് ഇപ്പൊ റീൽസ് വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണ് ഒരുപാട് പേര് സിനിമയിൽ വരുന്നത്. സിനിമയിൽ കാരണം പണ്ടത്തെ പോലെ ഓഡീഷനോ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. 1000 പേര് വന്ന് കിടക്കും ഓഡീഷൻ എന്ന് പറഞ്ഞ്. അല്ല, ഓഡീഷന് വേണ്ടിട്ട് ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഓഡീഷന് പോയിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോഴാ കോളേജിൽ പോയപ്പോഴാ? കോളേജിൽ പഠിക്കുന്ന സമയത്ത് 2014. അല്ല, കോളേജിൽ പഠിക്കുമ്പോഴാ അതേ കോളേജിൽ പോയപ്പോഴാ? കോളേജില് ആ, അങ്ങനെ പറ. ഓഡീഷന് പോയിട്ട് അപ്പോൾ തന്നെ എന്തുമാത്രം നിന്റെ ലൈറ്റ് കിട്ടുന്നില്ല, ക്യാമറാമാൻ നിന്നെ ഇങ്ങോട്ട് ഇരിക്കാൻ പറയുന്നു. തന്നെ ഇരിക്കാം. കുറച്ച് ഇങ്ങോട്ട്. ഇപ്പൊ പെർഫെക്റ്റ് ആയാ? ഓക്കെ, അപ്പൊ ഓഡീഷൻ തന്നെ അത് ആളാണ് വരുന്നത്. ഓഡീഷനിൽ നിന്ന് അവര് ഒരു സാധനം പറഞ്ഞ് അതിന് കിട്ടോ ഇല്ലേ എന്നുള്ള ടെൻഷൻ കിട്ടത്തില്ല. സ്വാഭാവികമായി ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി പോയതാണോ? അല്ല, 2-3 ഷോർട്ട് ഫിലിം അത് ടോപ്പ് സാധനം. അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ സുഹൃത്തെ? സിനിമയെ പറ്റി സംസാരിക്കില്ലേ? ഷോർട്ട് ഫിലിം. അത് സിനിമ, ഇത് ഷോർട്ട് ഫിലിം. ഓക്കെ ഗൈസ്, അതെല്ലാം മറന്നു. അതൊക്കെ നമ്മള് വിഷയത്തിലോട്ട് വാ. അപ്പൊ ഇപ്പോഴെന്ന് വെച്ചാല് നമുക്ക് കഴിവുണ്ടെങ്കിൽ, ഒരു കഴിവുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയ വഴി ഇടാനൊരു ചെയ്യണം. നമ്മള് എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ ഈ ഹാഷറൊന്നും ചെയ്യുന്നത് ഒരു സിമ്പിൾ കാര്യമല്ല. ഹാഷർ ആയാലും സാബിർ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട്. ഇപ്പം ആരാണ് നമ്മുടെ അമീൻ, അല്ല നമ്മളിപ്പോ പുതിയ പാൻ ഇന്ത്യ ഡയലോഗില് കേറിയില്ലേ കട്ടക്കട ഇവിടെ ഉള്ളടേ. അതിപ്പം അതൊരു ഉണ്ടാക്കുന്ന ഓളത്തിനെക്കാട്ടിയും ഓളം ഉണ്ടാക്കുന്നുണ്ട് അവരൊക്കെ. എന്നുവെച്ചാൽ കഴിവുള്ളവര് അവരതിനെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. അവർ നല്ല എഫേർട്ട് എടുക്കുന്നു. ഇത് പക്ഷേ ഒരു കൺസിസ്റ്റൻസി വേണം, അതാണ് മെയിൻ സംഭവം. കൺസിസ്റ്റൻസിയും എഫേർട്ടും നല്ല. നമുക്കിപ്പോ കാണുമ്പോ വിചാരിക്കും ഇവൻ എന്തിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ അതിലോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ഇപ്പൊ നമ്മളെല്ലാരും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കുറ്റം പറയും. അവർക്ക് ചുമ്മാ വീഡിയോ ഇട്ടാൽ ലക്ഷങ്ങൾ കിട്ടുന്നു. ചുമ്മാ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വാരുന്നു. ചുമ്മാതെ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നു. അതിന് ആള് എന്ന് വെച്ചാല് സ്ക്രിപ്റ്റ് പരിപാടി ഒരുപാടുണ്ട്. എല്ലാ ദിവസവും കണ്ടന്റ് വേണം, ക്യാമറ ഷൂട്ട് ചെയ്യണം, ഇതിനെ എഡിറ്റ് ചെയ്യണം, എന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യണം, എന്നിട്ട് എല്ലാവരുടെയും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഫീഡ്ബാക്ക് അവർ കേൾക്കുന്നുണ്ട്. കമന്റ് ബോക്സിൽ തള്ളക്കി ചെലവന്മാർക്ക് നെഗറ്റീവ് ഇടുമ്പോ ഭയങ്കര ഇതാണ്. നെഗറ്റീവ് ഇട്ട സിനിമേന്റെ അത് പോവും ഇത് പോവും എന്ന് പറഞ്ഞു. സിനിമയിൽ അങ്ങനത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ നെഗറ്റീവ് റിവ്യൂ പറയാൻ പാടില്ല. റിവ്യൂ കണ്ട് സിനിമയെ തകർക്കുന്നു.
അല്ല റിവ്യൂ കൊണ്ട് സിനിമ തകർക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഒരാള് പൈസ 350 രൂപ കൊടുത്ത് തിയേറ്ററിൽ പോകണം, അല്ലെങ്കിൽ 250 രൂപ കൊടുത്ത് സിനിമ കാണാൻ പോകുകയാണ്. ഒരു പ്രേക്ഷകൻ 150 ആയാൽ പോലും നിന്റെ സമയത്തിനും നിന്റെ പൈസയ്ക്ക് ഒരു വിലയില്ലേ? അപ്പൊ നിനക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അല്ല, ഒരാൾക്ക് ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ടൈമാണ്. അപ്പൊ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്ത് 2 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ കാണുന്ന സിനിമയെ പറ്റി കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്നറിയാം. അത് കേൾക്കുമ്പോ ചിലവന്മാർക്ക് ഇത്ര ചൊറിയേണ്ട ആവശ്യം എന്താണ്? ഈ പ്രൊഡ്യൂസർമാർക്കും അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവർക്ക്, ഈ സിനിമ ചെയ്തവർക്ക് മാത്രം കാണാനാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് കണ്ടാ പോലെ, തിയേറ്ററിൽ ഇടേണ്ട ആവശ്യം ഉണ്ടാ? അല്ലടാ, ഇപ്പൊ എല്ലാരും പറയുന്നത് എന്താണ്, സിനിമയെ വിജയിപ്പിക്കണം, അത് കുറെ പേരുടെ കഷ്ടപ്പാട്, കുറെ പേരുടെ കഷ്ടപ്പാടാണ് എല്ലാം. പക്ഷെ ഇവര് സിനിമ കണ്ടിട്ടല്ലേ ഇറക്കുന്നത്. അപ്പൊ ഇവർക്ക് കാണുമ്പോ ഒരു പ്രേക്ഷകൻ അറിയാം എന്നും പറഞ്ഞ് കണ്ട എന്തെങ്കിലും എടുത്തിട്ട് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ പ്രേക്ഷകന് വിട്ടുകൊടുത്തേക്ക് പ്രേക്ഷകര് ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക്, ഒരവസരം. മറ്റേ ഏതില്ല മോഹൻലാൽ പറയല്ലേ എന്താണ് പാട്രിയോട്ടിനെ പറ്റിയുള്ള അഭിപ്രായം? ഒരഭിപ്രായമല്ല, അത് കഴിഞ്ഞൊന്ന് നമ്മൾ അടുത്ത് ചെയ്യണം. അതേ കണക്കായിരിക്കണം നമ്മള് ചെയ്യുക. അതാണല്ലോ ഞാൻ പറയട്ടെ. ഇപ്പൊ മോഹൻലാൽ ആയാലും മമ്മൂട്ടി അവരെല്ലാം സിനിമ ചെയ്യുന്നു, ഓക്കെ നെക്സ്റ്റ് അടുത്ത അവർക്ക് അത് പ്രോജക്റ്റ്. പക്ഷെ ശരിയാണ്, ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് അതൊരു ഫ്ലോപ്പ് ആണെന്ന് എന്ന് വെച്ചാൽ അത് പൈസ കിട്ടിയില്ലെങ്കിൽ വിഷമം തന്നെയാണ്. അതിനെയല്ല, പക്ഷെ ഇയാള് നല്ല പടത്തിനൊക്കെ ഇറക്കിക്കൂടെ പൈസ? അല്ല അങ്ങനെയല്ല. നമുക്കിപ്പോ ഒരു പ്രേക്ഷകന് സ്വാതന്ത്ര്യ അഭിപ്രായം. ഇപ്പൊ നമുക്കൊരു യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഈ പടം കൊള്ളില്ല എന്ന്, അത് അവന്റെ ഇഷ്ടമാണ്. പടം കൊള്ളില്ല എന്ന് പറയുന്നതും കൊള്ളാന്ന് പറയുന്നതും ഒക്കെ അവന്റെ ഇഷ്ടമാണ്. പടം പൊട്ടിയാല് അത് പ്രേക്ഷകൻ പൊട്ടിച്ചു എന്നുള്ളത് അല്ല. ഫോളോ ചെയ്ത ഒരുപാട് പേര് അപ്പൊ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ കുറച്ച് പടങ്ങൾ ഇങ്ങനെ വെറും ഇത് കേട്ടിട്ട് അത് ശരിയാണ്. അല്ല അങ്ങനെ ശരിയുണ്ട്. പക്ഷെ അല്ല, ഞാൻ പറയണ എല്ലാരും തിയേറ്ററിൽ പോയി കാണരുതെന്നല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണും. അത് ഓരോരുത്തർക്കും ഓരോ സെൻസ് ഓഫ് എന്തായിരിക്കും നമ്മൾ സിനിമേന്റെ. ഇപ്പൊ സ്നോബി വന്നിട്ട് പറയണേ, കാക്ക ഇന്ന പടം കൊള്ളാം, ഞാൻ ഇന്നലെ പോയി ഇന്ന പടം കണ്ടു, ആ പടം അടിപൊളിയാണ്, നിങ്ങൾ കാണണം. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ പോയി കാണും, ഇല്ലേ? അപ്പൊ ഞാൻ വന്നിട്ട് കൊള്ളൂലെന്ന് പറഞ്ഞാലേ കൊള്ളൂല. അല്ല, നീ വന്നിട്ട് കൊള്ളൂലെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ആർക്കാണ് ലോജിക് ഉള്ളത്? അപ്പൊ പിന്നെ എന്തായാലും ചാങ്ങാക്കത് എന്റെ പടത്തിനെ പോകൂല. അതൊരു കൺഫ്യൂഷൻ. അങ്ങനെയല്ല ഞാൻ പറയാം. ഇപ്പൊ രണ്ടുപേർക്ക് രണ്ട് അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ നല്ല പടമാണെങ്കിൽ നമ്മളെല്ലാം ഒരേപോലെ തന്നെ ഒരുപാട് പേര് പറയും നല്ലത് തന്നെയാണ്, ഒരുപാട് പേര് പറയും. പക്ഷെ ഇങ്ങനെ ട്രെയിലർ കാണാതെ അതിനെപ്പറ്റി ഒന്നും അറിയാതെ പോയി ട്രെയിലറൊക്കെ കണ്ടിട്ട്, ട്രെയിലറൊന്നും കണ്ടിട്ട് സിനിമ അത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയ സിനിമയാണ്. ഇപ്പൊ കാന്താര KGF ആയ തന്നെ അങ്ങനെയായിരുന്നു. KGF സിനിമയെ പറ്റി ഒന്നും അറിയാം. പക്ഷെ കാന്താര 1 ഞാനൊരു കന്നഡ പടമല്ലേ, കന്നഡ പടമാണ്. ഞാൻ ഒന്നും അറിയാതെ, ഞാൻ ഒന്നും അറിയാതെ, നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. നമ്മൾക്ക് കൈയൊക്കെ ഇങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ. പിന്നെ ജംഗ്ഷനിലിറങ്ങി റോക്കി ബായ്. അല്ല, നമുക്ക് കണ്ടിറങ്ങിയപ്പോഴും അതിന്റെ എഫക്ട് നമ്മുടെ ചെങ്കുള്ളിലുണ്ടാകും. KGF മലയാളത്തിലോട്ട് ഡബ് ചെയ്തപ്പോഴത്തേക്ക് അതിന്റെ BGM ആയാലും ആ പാട്ടൊക്കെ തന്നെ വമ്പ ഹിറ്റ് അല്ലായിരുന്നു. അല്ല, പിന്നെ ഇപ്പോഴെന്ന് വെച്ചാല് വെറൈറ്റി അത് വെറൈറ്റി പടമാണ്. അത് ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടില്ല പടം, എത്തിയിട്ടില്ല. പക്ഷെ അത് കണ്ടവർക്ക് എല്ലാവരെയും കിടില സിനിമയാണ്. മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം വരാനില്ല ഇനി. അല്ല, ഇപ്പൊ ഒരു വെറൈറ്റി പടം എടുത്തു കഴിഞ്ഞാൽ ഓടും, പ്രേക്ഷകൻ സ്വീകരിക്കും. ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം സ്വീകരിക്കുന്നുണ്ട് വെറൈറ്റി പടം. കോമഡി അങ്ങനത്തെ ഒരു ഇതല്ല നോക്കുന്നത്. മുമ്പ് കോമഡി പടം കാണാൻ പോകുന്നു, അങ്ങനത്തെ ഇടിപ്പടം, കോമഡി പടം, അല്ലെങ്കിൽ വേറെന്താ ഫാമിലി എന്റർടൈൻ, അങ്ങനത്തെ പടങ്ങളാണ്. ഇപ്പോഴെന്ന് വെച്ചാൽ വെറൈറ്റി പ്രൊഷറാക്ക്, പിന്നെ മോളിവുഡ് ലോക നമ്മള് പണ്ടേ തൊട്ടേ മറ്റേ കല്ലിയങ്കാട്ട് നീലി എന്നിങ്ങനെ കേട്ട് വരുന്നത് ഒരു പയ്യന്റെ തല വെച്ച് അതങ്ങ് സിനിമയാക്കി. അതൊരു ഇനി അതിന്റെ വരാനുണ്ട്. അല്ല, പക്ഷെ അതെല്ലാം ഒരു വെറൈറ്റി ചിത്രങ്ങളെല്ലാം ഇപ്പൊ. പക്ഷേ ഈ മറ്റേ റിവേഴ്സ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ സംഭവം ഉണ്ട്. നമ്മളെ തുടരുമൊക്കെ അങ്ങനെയായിരുന്നു, ഒരു ഫാമിലി പടം പോലെ നൈസ് പടം ആയിരിക്കും എന്നും പറഞ്ഞ് എല്ലാവരും തിയേറ്ററിലോട്ട് വിട്ടിട്ട് ഒരു മാസം തന്നു. അതെന്താണ് അത് എന്ന് വെച്ചാല് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനം നല്ലൊരു എന്നാൽ തന്നെ അവർ ഇങ്ങനെ ഒരു മാസ് പടം ആയിരിക്കും, അല്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല.
കേറി കണ്ടിറങ്ങി അതെന്ന് വെച്ചാല് മോഹൻലാലിനെ പോലെ ഒരു വേഴ്സറ്റൈൽ ആക്ടർ അല്ലെങ്കിൽ ഓക്കെ അതിനൊരു ഇത് കൊടുത്തു, സ്പേസ് കൊടുത്തു. ചില പടങ്ങളൊക്കെ ഇപ്പം കുഞ്ഞാലി മരയ്ക്കാം, അറബിക്കടലിലെ സിംഹം, അങ്ങനെയുള്ള പടങ്ങളുണ്ട്. അല്ല അങ്ങനെ ഒരു പടം നമുക്കിപ്പോ അത് കൊള്ളില്ല എന്ന് തന്നെ നമുക്ക് പറഞ്ഞൂടെ, കൊള്ളില്ല. പക്ഷെ അതേ സമയത്ത് നമ്മളത് അതിനേക്കാളും ചെറിയൊരു സിനിമയാണ് തുടരും. അത് എന്ത് ആ മോഹൻലാലിലേക്ക് യൂസ് ചെയ്തൊരു സെയിം ആക്ടർ ഡിഫറെന്റ് സ്റ്റോറി, അതാണ് കാര്യം. സ്റ്റോറി അതെല്ലാം ഒരു ഡയറക്ടറിന്റെ കയ്യില് സ്റ്റോറി എല്ലാം മൊത്തത്തിലൊരു മിക്സ് ആണ് സിനിമ എന്ന് പറയുന്നത്. എല്ലാവരുടെ കഷ്ടപ്പാട് ഓഫ് കോഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മൊത്തത്തിലൊരു അതിന്റെ പിന്നെ പ്രവർത്തിക്കുന്നവരെല്ലാം പെയ്ഡാണ്, അവർക്കെല്ലാം ശമ്പളം കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമകളെന്ന് പറഞ്ഞാല് മൗത്ത് പബ്ലിസിറ്റി മാത്രം കൊണ്ട് നമുക്ക് നല്ല സിനിമയാണെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി ഹിറ്റായ സിനിമയാണ് ഭരതനാട്യം, മോഹിനിയാട്ടം 2. അത് പക്ഷേ വാഴയുടെ കൂടെ ആയതുകൊണ്ട് മാത്രം. പക്ഷെ വാഴയിലെന്ന് വെച്ചാൽ അത്രയും റീൽസിലുള്ള ആക്ടേഴ്സ് ഉണ്ട്. ഇത് കണ്ടപ്പോ ഉണ്ടല്ലോ എന്റെ പൊന്നെ എന്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ചെറിയ പടങ്ങളും ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നല്ല സ്ക്രിപ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ വലിയൊരു ഹിറ്റ് പടത്തിന്റെ കൂടെ ആയതുകൊണ്ട് അതൊന്ന് അതിനൊക്കെയുള്ള ബഡ്ജറ്റേ ഉള്ള അതിന്റെ പടത്തിന്റെ ബഡ്ജറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ അതൊരു ഹിറ്റാണ്. അല്ല രണ്ട് പടങ്ങളും ഏതാണ്ട് അതൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വലിയ സ്റ്റാർ കാസ്റ്റോ അങ്ങനെ ഒന്നും ഇല്ലാത്ത പടങ്ങളാണ് ഇപ്പൊ. അല്ലാതെ ഈ സിനിമ ആക്ടേഴ്സ് തന്നെ റീൽസ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കൂടെ ഒന്ന് കൊളാബ് ചെയ്ത് ഇപ്പൊ എല്ലാം അങ്ങനെ അല്ല. ഇപ്പോഴേ ഒരുപാട് PR വർക്ക് നടക്കുന്നുണ്ട്. PR വർക്ക് ഇപ്പൊ ഈ ഇതുണ്ടല്ലോ മൂവി റിവ്യൂ തന്നെ പലതും പെയ്ഡാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് ഇപ്പൊ എന്തായാലും അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാള് റിവ്യൂ ചെയ്യുന്നുണ്ട്, അവര് അത്യാവശ്യം വ്യൂ ഉണ്ട്. അപ്പോഴത്തേക്ക് അവർക്ക് ആ സിനിമേന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് അവർക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന ആൾക്ക് ഇത്ര രൂപ കൊടുത്ത് പ്രോഡക്ട്സ് നമ്മൾ ഓരോരുത്തർ ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് പ്രൊമോഷൻ ചെയ്യുന്ന പോലെയാണ് ഇപ്പം സിനിമയും സെറ്റ് ചെയ്യുന്നത്. ആക്ടേഴ്സ് വന്നിട്ട് റീലിൽ അഭിനയിക്കുന്നവരുടെ കൂടെ റീല്, അതായത് അവര് ഒരു റീലിന്റെ തുടക്കം പോലെ അവര് കൊണ്ടുവന്നിട്ട് അവസാനം അത് സിനിമേന്റെ ഒരു പ്രൊമോഷൻ ആയിട്ട് മാറുന്ന കണക്കിലൊക്കെ ഓരോ പരിപാടികൾ ചെയ്യുന്നത്. ഇപ്പോഴും ഒരുപാട് ഇതും പെയ്ഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാല് കുറെ കൊള്ളില്ലാത്ത സിനിമകൾ വന്നിട്ട് നല്ലതാണ് അടിപൊളിയാണ്, പോയി കാണണം അടിപൊളിയാണ്. പക്ഷെ നമ്മളത് പോയി കാണുമ്പോഴത്തേക്ക് പക്ഷെ ഞാൻ പറയുന്ന പ്രേക്ഷകൻ ഒരിക്കലും അങ്ങനെ പോയി കാണരുത്. നമുക്ക് നല്ല സിനിമയാണെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി കിട്ടും. ട്രെയിലർ പോലും കാണാതെ കൂടെ പോയി കാണണം. ട്രെയിലർ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ട്രെയിലറിൽ എന്തോന്നാണ് ഇങ്ങനെ അപ്പൊ ഇത് കണ്ടിട്ട് വലിയ ഭയങ്കര കിടില സിനിമ ആയിരിക്കും, അതായിരിക്കും എന്നും പറഞ്ഞു പോയി കാണും, തീർന്നു. ഞാൻ നിവിൻ പോളിയിലെ ഒരു സിനിമ ഉണ്ട് ഓണത്തിന് ഇറങ്ങിയ എന്തോ ബോസാൻ കോ, അതിന്റെ എഡിറ്റർ OTT-ൽ വന്നാ ഇതുവരെയെങ്കിലും? OTT-ൽ അറിയത്തില്ല. അതിന്റെ എഡിറ്റർ മറ്റേ നിഷാദ് യൂസഫ് അങ്ങനെ എന്തോ ഒരു കിടിൽ എഡിറ്ററാ, മരിച്ചുപോയി പുള്ളി. അപ്പൊ അയാള് ചെയ്ത വർക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ അതിന്റെ അകത്ത് ഉള്ള ആക്ടേഴ്സ് ഒക്കെ അത്യാവശ്യം കണ്ടന്റൊക്കെ നോക്കി എടുക്കത്തുള്ളൂ. അതൊക്കെ വെച്ച് ഞാനൊന്ന് പോയി കണ്ടതാ. ചുമ്മാ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് റീൽസ് കാണുന്നവരുണ്ടായിരുന്നു, ചുമ്മാ ഇറങ്ങി വന്നു. ഇത് തന്നെയായിരുന്നു. ഇപ്പൊ ട്രെയിലറിൽ പോലും ഒന്നും ഇല്ല, പടം തിയേറ്ററിൽ ഇരുന്ന്. അത് ഒരു പ്രേക്ഷകന്റെ ഇതാണ്, കാണണോ വേണ്ടേ തീരുമാനിക്കുന്ന ഒരു പ്രേക്ഷകന്റെ ഇതാണ്. പിന്നെ പടം കണ്ടിട്ട് കൊള്ളാമെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ നല്ല പടമാണെങ്കിൽ ആൾക്കാർ പറയും, മൗത്ത് പബ്ലിസിറ്റി നമ്മൾ അറിയും. അങ്ങനെ വരുന്ന പടങ്ങൾക്ക് ഈ പെട്ടെന്ന് 10 ദിവസം കൊണ്ട് 100 കോടി അങ്ങനെ കിട്ടൂല. അല്ല, ഈ ഭരതനാട്യം ഞാൻ അറിയാത്തൊരു പടമായിരുന്നു. വാഴ കണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഭരതനാട്യം അടിപൊളി പടമാണെന്ന്. ഇങ്ങനെ കേട്ട് അറിഞ്ഞിട്ടാണ് പോയി കാണുന്നത്. കണ്ടപ്പോ അതൊരു എന്റെ എക്സ്പെക്ടേഷൻ ലെവലിൽ നിന്നും ഹൈ ആയിരുന്നു. ആ സാധനം ഹൈ ലെവൽ കിട്ടിയ സാധനമാണ്. അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് അതിന്റെ തേർഡ് പാർട്ട് വരാൻ നേരത്തെ അതിൽ നിന്നും എക്സ്പെക്ടേഷൻ ഒത്ത് ഇത് മീറ്റ് ചെയ്തില്ല. കുറെ പടങ്ങള് പൊട്ടുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻ എന്നുള്ള സംഭവമാണ്. അല്ല, ഈ ഡയറക്ടേഴ്സ് ഒക്കെ ചിലരിന്ന് പറയും അത് ഈ പടം ഇങ്ങനാണ്, പടം 100 കോടി ക്ലബിക്ക് ചിലപ്പോ വന്നിട്ട് അല്ല, ഈ
എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയി കാണുന്ന സിനിമ അടിപൊളിയായിരിക്കും. ഞാന് ഇടയ്ക്ക് നമ്മൾ ഈ മെമ്മറീസ് ഉണ്ടല്ലേ, മെമ്മറീസ് ഇറങ്ങിയ ടൈമില് ഞാൻ പോയ തിയേറ്റർ 2 തിയേറ്റർ ചേർന്നിരിക്കുന്ന സ്ഥലത്താണ് പോയത്. ഒരിടത്ത് മമ്മൂട്ടിയുടെ കുഞ്ഞനന്തന്റെ കട, ഒരിടത്ത് മെമ്മറീസ്. മെമ്മറീസിന്റെ പോസ്റ്ററിൽ നോക്കുമ്പോഴത്തേക്ക് പൃഥ്വിരാജ് ഒരു മറ്റേ ഒരു ഉറങ്ങി, അതെന്ന് വെച്ചാൽ ഒരു ആൽക്കഹോളിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടല്ലേ കാണിക്കുന്ന. അപ്പോഴത്തേക്ക് ആ ഒരു പോസ്റ്ററിന്റെ ഇതിലായിരുന്നു പൃഥ്വിരാജിന്റെ വെച്ചിരുന്നത്. അപ്പുറത്ത് കുഞ്ഞനന്തന്റെ കട, അതിൽ നോക്കുമ്പോൾ ആദ്യം കാണുന്നതാണ് മമ്മൂട്ടിയുടെ മുഖം. പക്ഷെ അന്ന് എന്തോ ഭാഗ്യത്തിന് കുഞ്ഞനന്തന്റെ കടയിൽ കയറാതെ മെമ്മറീസിൽ കയറി. സൂപ്പർ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ടോപ്പ് ലെവലായിരുന്നു. നമ്മള് പൃഥ്വിരാജിന്റെ ലൂസിഫർ അല്ല എമ്പുരാൻ എന്ന് വെച്ചാൽ ലൂസിഫർ കണ്ടിട്ട് അത്രയും എക്സ്പെക്ടേഷൻ നമ്മൾ വെച്ചേക്കാണ്. അത് വെച്ചിട്ട് പോയി എമ്പുരാൻ കയറി കണ്ടപ്പോ തന്നെ മറ്റേ മോഹൻലാലിനെ തിരിച്ചു വരുന്ന ആ സീൻ വരെയൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കാം. പിന്നെ പടം എങ്ങോട്ടാണ് പിന്നെ അവിടെ തീവ്രവാദ പരിപാടിയാണ്, മുതുക്കിടോണ് ഒരു ഹെലികോപ്റ്ററിൽ വെടിയിരിക്കാതോ താഴെ അത് മാസ് കാണിക്കണ്ടേ, തറയെ കിടന്ന് നാടൻ വളർത്തിയെടുത്ത ആളുണ്ടല്ലോ സെയ്ദ് മൂസ, കൈ കെട്ടി ഓക്കെ. പക്ഷെ പടം അവര് വേറെ ലെവലിലോട്ട് മേക്ക് ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷെ പടത്തിന്റെ ആ ഒരു സ്റ്റോറി ലൈന് എല്ലാരും പ്രതീക്ഷ എന്താണ്, മോഹൻലാലിന്റെ ആ മുണ്ട് മടക്കി കുത്തും വരലും അതൊക്കെ കുറച്ച് പ്രതീക്ഷ. പക്ഷെ മുണ്ടൊന്നും മടക്കി കുത്താനുള്ള അവസരം കിട്ടിയില്ല. കോട്ടും പാന്റും ആയിരുന്നു മൊത്തം, മറ്റേ ജാക്കറ്റ് ഒക്കെ ഇട്ട് തണുപ്പത്ത് നിൽക്കുന്നത്. മുണ്ട് മടക്കി കുത്തി വെട്ടുന്നഴിച്ച് വീട്. സംഭവം ഇതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ വെച്ച് പടത്തിന് പോകാത്ത. എനിക്ക് അങ്ങനെ ഒരുപാട് പടങ്ങൾ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എക്സ്പെക്ടേഷൻ വെച്ച് പോകാം. ഒന്നും അറിയാത്ത നീ പറഞ്ഞ പോലെ ഈ 2 പടം ഞാൻ പറയാം. സൂര്യയുടെ മാസ്, ഇവിടെ ഗംഗ ആറ്റിങ്ങ ഗംഗയോടുന്ന് തൊട്ടിപ്പുറത്ത് യമുനയില് പ്രേമം, 2 ഒരു ദിവസമാണ് ഇറങ്ങിയത്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പടച്ച് ബസ്സൊക്കെ പിടിച്ച്, അന്ന് ബൈക്കൊന്നും ഇല്ലല്ലോ, +1 എന്തോ പഠിക്കുവാണെന്ന് തോന്നുന്നു, ഓടിപ്പടച്ച് പോയി മാസിന് കയറി. അപ്പൊ പ്രേമത്തിനാണല്ലേ, ഇത്ര കൊല്ലായപ്പോ ഇറങ്ങി പ്രേമത്തിന് കയറി. അങ്ങനെ ചെയ്ത അത് ചീറ്റിംഗ് ആണ്. ടിക്കറ്റ് എടുത്തിട്ട് ഒരുപാട് മറ്റേ പരിപാടിയാണ് ഇതില്. നോട്ട് ചെയ്തോ പയ്യനെ? അത് എവിടെയാണ്? കാവേരിയാ? ആ നോക്കിയോ, എവിടെ ആയാലും. അയ്യോ അല്ലെ, എക്സ്പെക്ടേഷൻ വെക്കാതെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല പടങ്ങൾ കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും നല്ല പടങ്ങൾ കിട്ടിയിട്ട് നമ്മൾ പോയി കാണും, നമുക്ക് തോന്നിയാൽ പോയി കാണും. എനിക്ക് അതുപോലെ കിട്ടിയാണ് ഞാൻ പറഞ്ഞ ഈ മെമ്മറീസ്. അതൊരു മെമ്മറി തന്നെയാണ് മെമ്മറീസ്. ഒരുപാട് പടങ്ങളുണ്ടേ, നല്ല 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 പടങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ അറിയാതെ കുറെ പടങ്ങൾ ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ഈ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒരു ബിസിനസ് ആണ്, ബിസിനസ് ആണ്. കള്ളപ്പണം പിടിപ്പിക്കാനാണ് അങ്ങനെ അറിഞ്ഞൂടാ. അല്ല, ബിസിനസ് ആണെന്നാണ് എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ബിസിനസ്. ഇതെല്ലാരും വ്യക്തിത്വ നേട്ടത്തിന് വേണ്ടിയാണല്ലോ സിനിമ ഇറക്കുന്നത്. നടന് അഭിനയിച്ചാലേ പൈസ കിട്ടും, പ്രൊഡ്യൂസറിന് സിനിമ വിജയിച്ചാലേ പൈസ കിട്ടും. അപ്പൊ ഇതെല്ലാം ബിസിനസ് തന്നെ. പിന്നെ ഇപ്പോഴും ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ OTT-ൽ ഇറങ്ങി കുറച്ച് കളക്ഷൻ എടുക്കാൻ പറ്റും എന്നുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട് ആൾക്കാർക്ക്. വന്നതാണ് പ്രശ്നം. പിന്നെ വേറൊരു കേസ്, ഈ വ്യാജ പതിപ്പുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. എനിക്കത് കാണുന്നതിനോട് എനിക്ക് ചെറ്റത്തരമാണ്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ല, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു അത്രയും കഷ്ടപ്പെട്ടെടുത്തൊരു സിനിമ നല്ല സിനിമയാണെന്ന് വെച്ചോട്ടെ, നല്ല സിനിമകൾ പോലും നമ്മൾ വ്യാജം കാണുന്നത്, തിയേറ്ററിൽ പോയി കാണുന്നതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ അതൊരു വേറെ ലെവലല്ലേ ചില സിനിമകളൊക്കെ. ഞാനങ്ങനെ കണ്ടിട്ടില്ല. വീണ്ടും നോട്ട് ചെയ്യണേ. ഇപ്പൊ പിന്നെ എല്ലാം അറിയാല്ലേ. അല്ല, അങ്ങനെ ചെയ്യാൻ കാര്യം ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. അല്ലെങ്കിൽ നല്ല സിനിമകളെ കാര്യം അറിയാതെ പോകും. ഇപ്പൊ പിന്നെ OTT ഭയങ്കര ഒരു ഇതാണ്. എന്ന് വെച്ചാൽ സിനിമകൾ നമുക്ക് എല്ലാം വീട്ടിലിരുന്ന് കുറെ സിനിമകൾ, ടെലിഗ്രാം അല്ലടേ, ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ. ചുരുളി എന്ന് പറഞ്ഞ സിനിമ വ്യത്യസ്തമായ ഒരു സിനിമയാണ്. അത് OTT-ൽ ഇറങ്ങിയല്ലേ? അല്ല, തിയേറ്ററിൽ ഇറങ്ങിയായിരുന്നില്ലേ? ഇല്ല, തിയേറ്ററിലല്ല, മറ്റേ അഭിനയിച്ചായിരുന്നു.
അത് വേറെ സംഭവമാണ്. മറ്റേ IFFK അവിടെയും കണ്ടല്ലേ? പക്ഷെ ഇത് OTT മൂവിയാണ്. അപ്പൊ OTT ഇറങ്ങിയിട്ട് പോലും അത് വിജയിച്ചു, ചർച്ചയായി. അതൊരു പക്ഷേ അത് ഒരു മഴയൊക്കെയുള്ള സമയത്ത് മഴയത്ത് ഇങ്ങനെ ഇരുന്ന് കാണാം. അതൊരു അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവി, വെറൈറ്റി മൂവി. പക്ഷെ അങ്ങനെ ആരെങ്കിലും മറക്കൂല. അതെ, മനസ്സിൽ തട്ടി നിൽക്കുന്ന ഡയലോഗുകളാണ്. തങ്കച്ചേട്ടന്റെ റബ്ബർ കൃഷിയും നമ്മൾ ഇവിടെ ഒരുപാട് റബ്ബറും കൂടി കണ്ടിട്ടുണ്ട്. അതുവരെ നമ്മളെല്ലാരും പഠിച്ചു. ചുമ്മാ നേരം പോക്കിന് വേണ്ടി ഇതൊക്കെയാ പറയുന്നത്. ഇവൻ നരിയാണല്ലോടാ. പോത്തിനടിക്കും. പക്ഷെ വേറൊരു കേസ് നല്ല, അതൊരു അടിപൊളി വെറൈറ്റി variety പടം. അതേപോലെ ജല്ലിക്കെട്ട്, ആ, അങ്ങനെയുള്ള കുറെ പടങ്ങൾ. ജല്ലിക്കെട്ട് ജല്ലിക്കെട്ട് അടിപൊളിയാണ്. പറഞ്ഞാലേ മൊത്തത്തിൽ ഒരു ഫാമിലി ടൈപ്പ് പടങ്ങളായിരുന്നു മൊത്തം, ഏകദേശം എല്ലാം. ഇപ്പൊ അങ്ങനെയല്ലേ, ഓഡിയൻസ് മാറി. ഓഡിയൻസ് ഇപ്പൊ എനിക്ക് വന്ന് ഫാമിലി ആയിട്ട് പോയി കാണുന്നത് കുറവാണ്. എല്ലാരും പയ്യന്മാരായിട്ട് എങ്ങനെ പ്രത്യേക പടങ്ങളുണ്ട്. എല്ലാ പടങ്ങളും ഉണ്ട് ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയയിലാണ്. അറുത്ത് മുറിക്കലും കീറി മുറിക്കലും എല്ലാം സോഷ്യൽ മീഡിയയിലെ കമന്റ് പടങ്ങളുണ്ടല്ലോ, അതിന്റെ സസ്പെൻസ് ആയിട്ട് ഉണ്ടെങ്കിൽ പോയി കണ്ടോളും. ഉമ്മാരി ഇൻസ്റ്റയിലൊക്കെ ശരിയാണ്. സിനിമ ഇറങ്ങി 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തന്മാര് വന്നിരുന്നിട്ട് ഇതിടുന്നു അതിടുന്നു. പേടിച്ചൊക്കെയാണ് റീല് കാണുന്നത്. കാണാൻ പറ്റൂല. ഓ, നമുക്ക് ഏതെങ്കിലും ഒരു സിനിമ ആണെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അത് ഇറങ്ങി ടിക്കറ്റ് കിട്ടുന്നില്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഉപയോഗിക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഞാൻ 2-3 സിനിമ ചെയ്തിട്ടുണ്ട്. സിനിമകളെ പറ്റി ഇതൊക്കെയാണ് നമ്മുടെ സിനിമകളെ പറ്റി പറയാനാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നേരം വെളുക്കും പറഞ്ഞു പറഞ്ഞു. സിനിമാ പ്രേമികളാണ് നമ്മളെല്ലാ, സിനിമ കാണുന്നവരുമാണ്. ഇഷ്ടംപോലെ സിനിമകളും കണ്ടത്. സിനിമകളെ പറ്റി സംസാരിക്കാത്ത മനുഷ്യരില്ല. ഒരു കൂട്ടം കൂടി ഒരു വട്ടമെങ്കിലും ഒരു മനുഷ്യൻ സിനിമയെ പറ്റി എന്റെ ഒരു ചോദ്യമുണ്ട്, സിനിമകള് നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് പല സിനിമകൾ. അതില്ല, മാർക്കും ഇറങ്ങിയപ്പോഴത്തേക്ക് വയലൻസ് ആണ്, പുള്ളരിന്റെ നാളെ തൊട്ട് പിച്ചാത്തി ഇതും കൊണ്ട് ഇറങ്ങും. അതൊക്കെ പറയുന്നവന്മാരെ മെന്റാലിറ്റിയാണ് പ്രശ്നം. ചെയ്യുന്നില്ലെങ്കിലും ചില സീനുകളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ല, റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ലാണ്ട് നമ്മൾ അത് അനുകരിക്കുമെന്നോ? സിനിമയില് കണ്ടിട്ടപ്പോ ഒരു കാര്യം നമ്മൾ ഒരുപാട് യൂസ് ചെയ്യും. ഇപ്പൊ ഒരു കോമഡി സിനിമ ആണെങ്കിലും അതിലിപ്പോ സീരിയസ് ഡയലോഗ് ആണെങ്കിൽ തന്നെ ഒരു കോമഡിക്ക് വേണ്ടി നമ്മളെ പോലെ തന്നെ മുമ്പിൽ പോയി ഇങ്ങനെ ആകാശം പിടിഞ്ഞ് താഴേക്ക് വന്നാലും താങ്ങിക്കോളാം ഇങ്ങനെയൊക്കെ പറയായിരുന്നു. അല്ല, ഇപ്പോഴ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാല് നമ്മൾ കൂടുതൽ റീൽസിലാണ് നമ്മുടെയൊക്കെ ഇത്. റീൽസിൽ തന്നെ സിനിമ ചെയ്യുന്ന ടീംസ് ഉണ്ട് ഇപ്പൊ. ആ ഒരു അത്ര ടൈം കൊണ്ട് റിലേറ്റ് ചെയ്യാൻ ഒരുപാട് പറ്റും. പല സിനിമകളും പല രീതിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ ഈ ആസിഫ് അലിയുടെ അനിയൻ അഭിനയിച്ച സംഭവം, അത് അത് ആ യൂട്യൂബിൽ ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് വന്നതല്ലേ? യൂട്യൂബില് ഗ്രാനി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം പറയാം. അത് കുറച്ച് ഉറങ്ങാൻ കുറച്ച് പാടാണ് കണ്ടതിന് ശേഷം. ഒരു സിനിമ തന്നെ അത് സിനിമ തന്നെ. ആകെ ഉള്ളത് സിനിമ എന്ന് പറയുന്നത് അല്ല, സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന മാത്രമല്ല സിനിമ. അപ്പൊ ഫോണില് കണ്ടാലും സിനിമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ക്രാഫ്റ്റ് എന്ന് തന്നെ പറയാം. ക്രാഫ്റ്റ് ഇറക്കണം, ഒരാൾക്ക് കഴിവുണ്ട്, ക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയ ഒന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് ഇറക്കാം ഇല്ലേ? റീൽസ് വഴിയാ ഏത് വഴിയാ അത് ആൾക്കാർ അക്സെപ്റ്റും ചെയ്യും. ഇപ്പൊ ഗ്രാനി യൂട്യൂബ് ചർച്ച ചെയ്യാത്ത ഒരു മനുഷ്യനുണ്ടോ? ഇല്ല. അതാണ് ഇപ്പം ഇതുവരെ വീഡിയോ പോലും വരാത്ത മറ്റേ കരിക്കിന്റെ ഒക്കെ ആദ്യത്തെ എന്ത് എന്റർടൈൻമെന്റ്. അവര് ഓരോരുത്തരുടെ വീഡിയോ കേട്ട ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്നു. ഓണത്തിന് ഒരു വീഡിയോ എന്തായാലും ഉണ്ടാവും എന്നും പറഞ്ഞ് ഞാൻ ഇപ്പോഴും കാത്തിരിക്കും. അജ്മൽ ബിസ്മി സീരീസ് മറ്റേ ടൂറിന് പോയി. അല്ല, കരിക്കിന്റെ ഒക്കെ റീസെന്റ് കുറച്ച് അവര് ക്വാളിറ്റി പിടിച്ചപ്പോഴത്തേക്ക് കോമഡി പോയി. പക്ഷെ ഈ സിനിമയിലൊക്കെ ഈ പ്രൊഡ്യൂസർമാരൊക്കെ വന്നിരുന്ന ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇങ്ങനെ തള്ളി മറിക്കാതെ അതൊക്കെ ഒരു ചെറിയ പടമാണ്, ലൈറ്റ് ആയിട്ട്. പക്ഷെ എനിക്ക് കണ്ടതിൽ എനിക്ക് അടിപൊളിയായി ഫീൽ ചെയ്ത ഒരു പടമുണ്ട്, കിഷ്കിന്ധക. എന്ത് പടപടം! അതൊക്കെ ഒരു വെറൈറ്റി ഒരു തീമാണ്. ഒരു ആ പുള്ളിക്കാരൻ ഒരു അനുഭവിക്കുന്ന എല്ലാ മൊത്തത്തിൽ അത് നമ്മൾ ചിന്തിച്ചെടുക്കുന്ന പുള്ളിക്ക് ആ മെമ്മറി ലോസിന്റേതാണ്. മാത്രം കഴിവുള്ള നടനെന്ന് പറഞ്ഞുണ്ട്. പണ്ട് കോമഡി ചെയ്തവരായിരുന്നാൽ തന്നെ, വില്ലൻ റോൾ ചെയ്തവരായിരുന്നാൽ തന്നെ, ഇപ്പൊ ഈ റീസെന്റ് ഓരോ സിനിമയിലും നമ്മളെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സുരാജ്, സുരാജ്, ഇന്ദ്രൻസ്, ജഗദീഷ്, ഇവർക്ക് എല്ലാവർക്കും ഈ 2 ഫേസ് ഉണ്ട്. അതായത് കോമഡി ചെയ്യുന്നവർക്ക് ജീവിതകാലം മുഴുവൻ കോമഡി അല്ല,
മാറി ചിന്തിച്ച് പണ്ടായിരുന്നു കോമഡി മാത്രമേ എല്ലാത്തിലും ഉള്ളൂ. പക്ഷെ വേറെ കേസ് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ കോമഡി ചെയ്യുന്നവർക്ക് എല്ലാ റോളും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതവര് പ്രൂവ് ചെയ്തു. മറ്റേ ആൻഡ്രോയിഡ് തന്നെ അറിഞ്ഞൂടെ ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ആ ബ്യൂട്ടിഫുൾ, അതിലപ്പുറം വാക്കുകളില്ല. നല്ല സിനിമ. നമ്മൾ സിനിമയെ പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ സിനിമയെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് ഇങ്ങനെയൊക്കെയാണ്. ആ ബാക്കിയുള്ളവർക്ക് വേറെ കാഴ്ചപ്പാടായിരിക്കും. നമ്മൾ ഈ 3 പേര് ഈ ചുവരിന്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് പറയുന്ന കണക്കായിരിക്കും. ഈ 4 ചുവരിൽ ഇരുന്ന് പറയുന്ന പോലെയല്ല. വ്യക്തിഹത്യ ചെയ്യാനോ അങ്ങനെ മോശം ഇതാക്കാനോ ഒന്നുമല്ല. നമ്മുടെ സിനിമകളെ പറ്റി ചർച്ച ചെയ്തെന്നുള്ളതേ ഉള്ളൂ. സിനിമ കണ്ടതിനെ പറ്റി നമുക്കുള്ള അഭിപ്രായം, നമ്മുടെ ഒരു ഇത് എന്താ ഒരു എല്ലാവർക്കും ഒരു അഭിപ്രായങ്ങളില്ലേ, അതുപോലെ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ അത് തന്നെയാണ്. നല്ല സിനിമകൾ എന്ന് വെച്ചാൽ പബ്ലിസിറ്റി വഴി ഹിറ്റാവും. എല്ലാ സിനിമകളും വിജയിക്കണം അങ്ങനെയല്ല. ക്രാഫ്റ്റ് എല്ലാം ഒക്കെ എല്ലാവർക്കും കഷ്ടപ്പാടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ക്രാഫ്റ്റ് നല്ലതാണെങ്കിൽ എടുക്കും, മോശമാണെങ്കിൽ ഇതാക്കും. പിന്നെ പൈറസി എന്ന് പറയുന്ന സാധനം നമ്മൾ മാക്സിമം ഒഴിവാക്കണം. കാരണം അത് നമ്മൾ ആ ചെയ്യുന്ന ക്രാഫ്റ്റിനോട് ചെയ്യുന്ന ഒരു ദ്രോഹം തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ളതല്ല. നമ്മുടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, കാര്യം ഇത്രയേ ഉള്ളൂ. അതിനാണ് ഇത്രയും നേരം ഇടുന്ന പറഞ്ഞത്. നമ്മുടെ ഓക്കെ, അപ്പൊ നമ്മൾ നിർത്തുന്നു. അടുത്ത പോഡ്കാസ്റ്റുമായിട്ട് നമുക്ക് വരാം. ഓക്കെ.